ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സൈക്ലിംഗ് വീഡിയോ ആണ്. നമ്മളൊരു കാട്ടിൽ കൂടെയാണ് സൈക്കിൾ ചവിട്ടി പോകുന്നത്. കിളികളുടെ സൗണ്ടൊക്കെ ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഇങ്ങനെ കാട്ടിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല തണുപ്പുണ്ട്, അധികം ചൂടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ചവിട്ടി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഇതിലൊരു സൈക്കിൾ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നത് കൊണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് കേൾക്കുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പറ്റുവാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനും ശ്രമിക്കണേ കേട്ടോ. അപ്പയും മോളും ഭയങ്കര ഫാസ്റ്റായിട്ട് ഫ്രണ്ടിൽ പോയിട്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് വേഗം വാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ. ഇത് നല്ലൊരു കയറ്റമാണ് കേട്ടോ. അപ്പം മോനോ സൈക്കിൾ ചവിട്ടാനേ പറ്റുന്നില്ല. എന്നാലും പാവം കഷ്ടപ്പെട്ട് ചവിട്ടി കയറി. ഈ വഴി കൂടെ തന്നെ കുറച്ച് ആൾക്കാർ ഇതുപോലെ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നമ്മൾ കണ്ടു. പക്ഷെ ഇതൊക്കെ ഒരുപാട് കയറ്റും ഇറക്കം ആയതുകൊണ്ട് സൈക്ലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാനും അമ്മയും ശരിക്കും ടയേർഡായി. കാരണം ഇപ്പോൾ ഈ ഇറക്കം നമുക്ക് നല്ല സുഖമുണ്ട്, പക്ഷേ കയറ്റും ഭയങ്കര പാടായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ. അതുപോലെ ഈ വഴി കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈക്ലിങ്ങിന് വരുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊരു പിടി ഉണ്ടായില്ല. കാണുന്ന വഴി കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു നമുക്ക് ഒരു പിടിയില്ല. അങ്ങനെ ഈ സ്ഥലം എത്തിയപ്പോൾ അമ്മ ഇത് പാലക്കാട് പോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പാടത്ത് നെല്ലിങ്ങനെ നിൽക്കില്ലേ, അതുപോലെ ഉണ്ട് സൈഡിൽ കണ്ടോ. അപ്പം അമ്മ പറയും ഇത് പാലക്കാട് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ട്രാക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ റെയിൽവേയുടെ ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം നമ്മളിങ്ങനെ സൈക്ലിങ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ സൈക്കിള് ചവിട്ടി ചവിട്ടി ഒരു കാട്ടിലെത്തിട്ടോ. അത് നോക്കിയേ, കണ്ട വഴി കൂടെ ഒക്കെ വന്നു. ഇനി എങ്ങനെ വീടെത്തുന്ന മാത്രം നമുക്കറിയില്ല. സൈക്കിൾ നമ്മളിവിടെ പാർക്ക് ചെയ്തേക്കുക. സൈക്കിൾ ഇവിടെ വെച്ചു. ഫുള്ള് കാടാണേ, ഫുള്ള് കാടാണ്. നല്ല രസമുണ്ട്. പക്ഷെ കണ്ടോ, ഇതിൽ കൂടെ സൈക്കിൾ ചവിട്ടി പോവാൻ നല്ല രസമുണ്ട്. ഫുള്ള് കാടാണ്. മറ്റേതൊരു സിനിമയ്ക്കകത്ത് പറയില്ലേ, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറയില്ലേ. ഒരു കുഞ്ഞ് അരുവി ഒഴുകുന്നത് ഇതിൽ കൂടെ. വേണ്ട ഒരു മരപ്പാലൊക്കെ ഇല്ല അവിടെ. അപ്പൊ നമ്മളിത് ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലം. നിങ്ങൾക്ക് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ കുറച്ചു നേരം സൈക്കിൾ ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടാ. അമ്മൂന് ചവിട്ടാൻ പറ്റുന്നില്ല. അവളുടെ മറ്റേ ഗിയറുള്ള സൈക്കിളും അല്ല, അതുകൊണ്ട് അവൾക്ക് ഒട്ടും ചവിട്ടാൻ പറ്റുന്നില്ല. നല്ല കയറ്റും ഇറക്കമൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു ഐഡിയ കണ്ടുപിടിച്ചു. എന്തത് കാണിച്ചു തരാം കേട്ടോ. കാട്ടിന്നൊരു വള്ളി പറിച്ച് അപ്പടെ സൈക്കിളിൽ നിന്ന് മോളുടെ സൈക്കിളിലോട്ട് കെട്ടിയിട്ട് പോകണം. ഇത് നമ്മൾ 2ാമത്തെ ദിവസം സൈക്കിൾ ഓട്ടാൻ പോയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സൈക്കിൾ ഓട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മഴ പെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ നിന്നു. അത് കഴിഞ്ഞതേ എൻ്റെ തല നോക്കിയേ, കുറച്ച് കഴിഞ്ഞ് പിന്നെ പെയ്ത മഴയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആയിരുന്നേ. തല കുമ്പിട്ട് കൂടി മതി അതേ വീണ അപ്പൊ തന്നെ അലുത്ത് പോണ്ട് കണ്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. എവിടെ തല എന്റെ സൈക്കിള്
അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.